അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അഹങ്കാരത്തിനും ഡൊണാൾഡ് ട്രംപിന്റെ സ്വേച്ഛാധിപരമായ നീക്കങ്ങൾക്കുമുള്ള മറുപടി ഇന്ന് രൂപപ്പെട്ടു കഴിഞ്ഞു. ബ്രിക്സ് എന്ന കരുത്തുറ്റ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ന് ലോകക്രമത്തെ മാറ്റിമറിക്കുകയാണ്. ഭീഷണിപ്പെടുത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും ലോകത്തെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാമെന്ന് കരുതുന്ന ട്രംപിന്റെ മനോഭാവത്തിനേൽക്കുന്ന വലിയ പ്രഹരമാണ് ഈ ബഹുദ്രുവ ലോകക്രമം. വെനസ്വേലയെയും മെക്സിക്കോയെയും പോലുള്ള രാജ്യങ്ങളെ വിഴുങ്ങാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ പിന്നിൽ കോട്ട പോലെ ബ്രിക്സ് ശക്തികൾ നിലയുറപ്പിക്കുകയാണ്. റഷ്യയും ചൈനയും ഇന്ത്യയും ഇറാനും ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഒത്തുചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾ കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് അമേരിക്കയോടുള്ള വ്യക്തമായ താക്കീതാണ്. സമുദ്രപാതങ്ങളിലും തന്ത്രപ്രധാനമായ മേഖലകളിലും അമേരിക്ക പയറ്റുന്ന ആധിപത്യത്തിന് ഈ രാജ്യങ്ങൾ ഇന്ന് തടയിടുന്നു. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ റഷ്യ കാണിക്കുന്ന നിശ്ചയദാർഢ്യം ഇന്ന് വെനസ്വേലയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ തളരാതെ നിൽക്കുന്ന ബ്രിക്സ് നൽകുന്ന സാമ്പത്തികവും നയതന്ത്രപരവുമായ പിന്തുണ ഇന്ന് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധമായ ഡോളറിന്റെ ആധിപത്യം തകർക്കാനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ തീരുമാനം ട്രംപിനെ വിറളി പിടിപ്പിക്കുകയാണ്. സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്തിക്കൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനെ അപ്രസക്തമാക്കാനുള്ള ഈ നീക്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതാണ്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ലോകത്തെ പട്ടിണി കിടത്താമെന്ന ട്രംപിന്റെ സ്വപ്നം ഇന്ന് വെറുമൊരു മായക്കാഴ്ചയായി മാറുകയാണ്. വികസ്വര രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിച്ച് അമേരിക്ക ഫസ്റ്റ് നടപ്പിലാക്കാമെന്നത് ഇനി അസാധ്യമാണ്. കാരണം ലോകം ഇന്ന് ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നു കയറാനും അവിടുത്തെ ഭരണാധികാരികളെ മാറ്റാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന അമേരിക്കയുടെ ധാർഷ്ട്യം ബ്രിക്സ് അംഗീകരിക്കുകയില്ല. ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന ശക്തികൾ ഈ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സ്വയം ചമയുന്നത് ഒരു രാഷ്ട്രീയ തമാശയായി കാണാം. പക്ഷേ ബ്രിക്സിന്റെ കരുത്തിനു മുന്നിൽ ഇത്തരം കോമാളിത്തരങ്ങൾ വിലപ്പോകില്ല. സാമ്രാജ്യത്തിന്റെ അസ്തമയവും ജനതയുടെ പരമാധികാരത്തിന്റെ ഉദയവും ബ്രിക്സിലൂടെ ലോകം ഇന്ന് ദർശിക്കുന്നു.